യെസ്, അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ മൂന്നാറിലെ വിരിപ്പാറ ബംഗ്ലാവിലാണ് ഉണ്ടായിരുന്നത്. ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടിട്ട് എല്ലാവരും ഇത് കാണാൻ ശ്രമിക്കാം. വനദിനമാണല്ലേ, ലോക വനദിനമാണ്. അപ്പോൾ ആ വനദിനത്തിനോടനുബന്ധിച്ച് നമ്മൾ അപൂർവമായിട്ടുള്ള ഒരു മരം ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് കേട്ടോ. കണ്ണാടിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഒരു കിടിലൻ ട്രെക്കിംഗ് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ സ്റ്റേ ചെയ്യുന്ന ഈ ബംഗ്ലാവിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ആ ഒരു ട്രെക്കിങ്ങിനാണ് ഇത്തവണ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അപ്പോൾ ഈ ഒരു ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മുടെ ബംഗ്ലാവിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. നിങ്ങൾക്ക് അല്ലാതെയും വന്ന് ഇവിടുന്ന് ട്രെക്കിംഗ് എടുക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ വിരിപ്പാറ വാട്ടർഫോൾസിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് ഫോറസ്റ്റ് ഓഫീസ്. അവിടെ നിന്നാണ് ഈ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ട്രെക്കിംഗ് പാക്കേജസ് ഒക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഇദ്ദേഹം നമുക്ക് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഹായ്, നമസ്കാരം. ഹായ്, നമസ്കാരം. പേര്? എൻ്റെ പേര് ബാലമുരുകനാണ്. ഇവിടെ ഗൈഡായിട്ടാണ്? ഇവിടെ ഗൈഡായിട്ട് ജോലി ചെയ്യുക. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ എവിടേക്കാണ് പോകുന്നത്, അതിൻ്റെ ഡീറ്റെയിൽസ്, എത്ര രൂപയാണ് ചാർജ്, എത്ര ടൈമാണ്, എത്ര കിലോമീറ്റർ ഉണ്ട്, ഒന്ന് ഡീറ്റെയിൽ പറയാൻ പറ്റും? നമ്മളിപ്പോൾ ഇവിടെ നിന്ന് പോകുന്നത് കണ്ണാടിപ്പാറ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്തിലേക്കാണ്. ഇവിടെ നിന്ന് കറക്റ്റ് ഒരു 5 കിലോമീറ്റർ നമ്മൾ കാട്ടിക്കൂടി നടന്നു പോകണം. ഓക്കെ. ഒരാളായിട്ട് വരുമ്പോൾ 500 രൂപയും, ഒരാളിനെ കൂടുതൽ വരുമ്പോൾ 300 രൂപയും ഒരാൾക്ക് ചാർജ് ചെയ്യും. ഓക്കെ. ഇത് നമുക്ക് ചെന്നിട്ട് കാട്ടിക്കൂടി നടന്നിട്ട് ചിലപ്പോൾ വല്ല മൃഗങ്ങളെയും കാണാം. അപ്പോൾ നമുക്ക് പതുക്കെ നടന്നു തുടങ്ങിയാലോ? നടന്നു തുടങ്ങാം. അതെ, ഞാൻ ഇന്നലെ തൊട്ട് ഇതുവഴി ട്രാവൽ ചെയ്യുമ്പോൾ കാണുന്നതാണ് കേട്ടോ. പല വീടിൻ്റെ ഫ്രണ്ടിലും ഒരു 3 കളറിലുള്ള പാക്കറ്റുകൾ അല്ലെങ്കിൽ കവറുകൾ ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നുണ്ട്. 3 കളറാണ്, യെല്ലോ, ബ്ലൂ, റെഡ്. ഇതെന്താണെന്നുള്ളത് നമുക്ക് പുള്ളിയെടുത്ത് ചോദിക്കാം. ഇതെന്താ സംഭവം? ഇത് വേസ്റ്റ് തിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊണ്ടുവന്ന് ഇടുന്ന വേസ്റ്റുകൾ. ഒന്ന് ഫുഡ് വേസ്റ്റ്, പിന്നെ പ്ലാസ്റ്റിക്, അത് കഴിഞ്ഞിട്ട് മെറ്റൽ വേസ്റ്റ്. അപ്പോൾ ഇത് കളർ വൈസ് വെച്ചാണോ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? ഈ മഞ്ഞ ഫുഡ് വേസ്റ്റ് ആണ്. മഞ്ഞ ഫുഡ് വേസ്റ്റ്. പിന്നെ ഈ ബ്ലൂ വന്നിട്ട് പ്ലാസ്റ്റിക് മാത്രം, ചുവപ്പ് മെറ്റൽ വേസ്റ്റ്. മെറ്റൽ എന്ന് വെച്ചാൽ കുപ്പി, ചില്ല് കുപ്പി ഇതുപോലത്തെ ഇത്. ഓക്കെ. ഇങ്ങനെ തരം തിരിച്ചിട്ടിട്ട് ഇവർ തന്നെ ഇത് പഞ്ചായത്തിൻ്റെ ഒരു ഇതുണ്ട്, ഈ സംസ്കരിക്കുന്ന നല്ല തന്നെ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ. അവിടെ കൊണ്ട് ഇത് റീസൈക്കിൾ ചെയ്യുന്നത്. മൂന്നാറിനെങ്കിൽ ചെല്ലുമ്പോഴത്തേക്കും ഐ ലവ് മൂന്നാർ എന്ന് പറഞ്ഞ ഒരു ഇത് കാണും, പഴയ മൂന്നാർ ഭാഗത്തായിട്ട്. അത് മുഴുവൻ ഇതുപോലത്തെ വേസ്റ്റ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഒരു ആണയുടെ ഒരു പ്രതിമ കാണും, പിന്നെ ഒരു വരയാടിൻ്റെ പ്രതിമ, എല്ലാം കൂടി ഈ വേസ്റ്റ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഓ, ആ ഭാഗം മെറ്റൽ വേസ്റ്റ് ആണെന്നുള്ളതല്ലേ? യെസ്. അപ്പോൾ ഇവിടെ ജനിക്കുന്ന ഓരോ പുതിയ കുട്ടിയും ഇത് കണ്ടാണ് വളരുന്നത് കേട്ടോ. അവൻ്റെ കണ്ണിൽ ഈ കളറ് കുട്ടിക്കാലത്ത് തന്നെ ഫീഡാവുകയാണ്. അപ്പോൾ അവൻ വളർന്ന് വലുതാവുമ്പോഴും ഇതനുസരിച്ച് അവൻ പ്രവർത്തിക്കുക എന്നുള്ളതാണ് കേട്ടോ. നമ്മൾ അവനെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ലെന്നുള്ളതാണ്. എവിടെ യെല്ലോ, ബ്ലൂ, റെഡ് കണ്ടാലും അവൻ അതനുസരിച്ച് പെരുമാറും എന്നുള്ളതാണ്. ദേ അവിടെ ഒരു ഒറ്റ സിംഗിൾ പാറ കാണാൻ പറ്റുന്നുണ്ടോ? ആ പാറ എന്താണെന്നുള്ളതാണ് കേട്ടോ. നമ്മൾ ഈ കാട്ടിൽ ഓരോ പാറകൾക്കും അല്ലെങ്കിൽ കാട്ടിൽ നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒത്തിരി ലാംഗ്വേജസ് ഉണ്ട്. അത് ഇവിടെ ഉള്ളവർക്ക് മാത്രമേ മനസ്സിലാവത്തുള്ളൂ. അതെന്താണെന്നുള്ളതാണ് അദ്ദേഹം പറയാൻ പോകുന്നത് കേട്ടോ. ആ പാറയുടെ പിന്നിലുള്ള കഥ എന്താണെന്നുള്ളതാണ് ഇദ്ദേഹം പറയാൻ പോകുന്നത്. ആ എഴുത്ത് പറഞ്ഞിട്ടുള്ളത്, ആദിവാസികൾ കാട്ടിൻ്റെ അകത്തേക്ക് ഒന്ന് തേന് ശേഖരിക്കണം, അല്ലെങ്കിൽ ഈ കുന്തിരിക്കം ഇതുപോലത്തെ സാധനങ്ങൾ എടുക്കാൻ വേണ്ടി കാട്ടിലേക്ക് കയറുമ്പോൾ അതിൽ എഴുതി വെച്ചിട്ട് പോകുന്നതാണ്. ഇന്ന പോലെ ഞാൻ ഇന്ന സ്ഥലത്തേക്ക് പോകുന്നുണ്ടെന്ന് അടുത്ത് വരുന്നവർക്ക് ഒരു അറിയിപ്പ് കിട്ടാൻ വേണ്ടി അതിലെഴുതി വെച്ചിട്ട് പോകുന്നതാണ് ആ എഴുത്ത് പറയുന്നത്. അതിൻ്റെ പുറകെ വരുന്നവർ ഇന്ന സ്ഥലത്തേക്ക് പോയിട്ടുണ്ടെന്ന് അത് പഠിച്ചിട്ട് ഒന്ന് ആ സ്ഥലത്തേക്ക് തന്നെ പോവുമായിരിക്കും, അല്ലെങ്കിൽ അടുത്ത സ്ഥലത്തേക്ക് മാറി പോവുമായിരിക്കും. അതിനു വേണ്ടിയാണ് ആ എഴുത്ത് പറ. യെസ്. അപ്പോൾ മാങ്കുളം എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് കാടും മേടും ഒന്നും അല്ല കേട്ടോ. മാങ്കുളം ഒന്നും അല്ലാതിരുന്നൊരു കാലത്ത് ഒരു ഐഡിയ തോന്നി. ഈ എക്കോ ടൂറിസമൊക്കെ ഡെവലപ്പ് ചെയ്തൊരു DFO ഉണ്ട്. അത് എൻ്റെ നാട്ടുകാരനാണ്, നമ്മുടെ നാഗരാജ് സാറാണ്. ഇവിടെ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു എക്കോ ടൂറിസമൊക്കെ പോസിബിലിറ്റി, അതായത് സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കുകയും അത് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്ത കേട്ടോ. അപ്പോൾ അന്ന് ഞാൻ ശരിക്കും മനോരമയിലും മാധ്യമത്തിലൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നൊരു സമയമായിരുന്നു. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് ഈ മാങ്കുളം ഓപ്പൺ ചെയ്തപ്പോൾ അന്ന് ഇവിടെ വന്ന് ജസ്റ്റ് അതിനെക്കുറിച്ചിട്ടൊരു ആർട്ടിക്കിളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാഗരാജ് സാറിനെ ഓർത്തുകൊണ്ട് നമ്മളങ്ങോട്ട് മാങ്കുളത്തേക്കുള്ള ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കാനാട്ടോ. എന്തായാലും എൻ്റെ നാടിൻ്റെ തൊട്ടടുത്താണ്, ആറ്റിങ്ങിലാണ് സാർ താമസിക്കുന്നത്. നമ്മൾ പറയുന്നത് മരിക്കൊളുന്ത് എന്നാണ് പറയുന്നത്. എന്താണ് മരിക്കൊളുന്ത്? മരിക്കൊളുന്ത്. ആ. ഓ, ഇത് മറ്റേ അമ്പലത്തിൽ മാല ഇടുമ്പോഴത്തേക്ക് ആ മാലയുടെ ഇടയ്ക്ക് കൂടി ഇത് കെട്ടി വെച്ചിട്ടാണ് ഇടുന്നത്. ഓ, ഇവിടെ ഒന്ന് മണത്തണോ? ആ, കിടിലം മണം കേട്ടോ. ഇത് ആ പൂ ഇരുന്ന് ആ ഇത് നമ്മളവിടെയൊക്കെ പണ്ട് കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്നോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് ഈ മണം കണ്ടപ്പോൾ. നല്ല മണമായി. മരിക്കൊളുന്ത്.
ഇതൊരു പെർഫ്യൂമിൻ്റെ ഒരു ഫേവറേറ്റ് ഫ്ലേവറാണ്. അതാണ് ശരിയാ, കറക്റ്റ് കേട്ടോ. പെർഫ്യൂമിൻ്റെ ഒരു ഫ്ലേവർ ഫീൽ ചെയ്യുന്നുണ്ട് അതിൽ. മരിക്കുളന്ത്. ഓക്കെ, അതായത് ഇത് ഇവിടുത്തെ ഡിസ്പെൻസറി ആണ് കേട്ടോ. നമ്മുടെയൊക്കെ നാട്ടിൽ ഇപ്പോൾ മുക്കിനല്ലേ ഓരോ ജംഗ്ഷനിൽ ഹോസ്പിറ്റലും മെഡിക്കൽ സ്റ്റോറും ഒക്കെ ഉള്ളപ്പോൾ ഇവിടെ ഈ ഡിവിഷനിൽ ആകെ ഉള്ളൊരു ഡിസ്പെൻസറിയാണിത്. അതായത് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ഒരു ചെറിയ വേർഷൻ. പക്ഷേ ആ ഡിസ്പെൻസറി ഇന്ന് ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നതെന്ന് പറയുന്നത് ഇവിടുത്തെ പൂന്തോട്ടമാണ് കേട്ടോ. ഒരു രക്ഷയില്ല. എന്തെങ്കിലും നിങ്ങൾക്ക് അസുഖം ഉണ്ടെങ്കിൽ ദേ ഈ ഡിസ്പെൻസറിയിൽ വന്നാൽ മതി, നിങ്ങൾ അസുഖം ഡോക്ടറെ കാണാതെ തന്നെ മാറും കേട്ടോ. അമ്മാതിരി അടാറ് പ്ലേസ്. ഒരു ഡിസ്പെൻസറി ഇത്രയും മനോഹരമായിട്ട് ഞാൻ ഇവിടെയാണ് കാണുന്നത് കേട്ടോ. നമ്മൾ മേഘമലയിലൊക്കെ പോകുമ്പോൾ ഇത്രയും ഡിസ്പെൻസറികൾ കാണാറുണ്ടെങ്കിലും പക്ഷേ ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഗാർഡൻ നിറഞ്ഞ അല്ലെങ്കിൽ ഇത്രയും കളർഫുള്ളായിട്ടുള്ളൊരു ഡിസ്പെൻസറി ഇവിടെയാണ് ആദ്യമായിട്ട് കാണുന്നത്. പൂക്കൾക്കൊക്കെ എന്നാ ഭംഗിയെന്നറിയാമോ? ചുമ്മാ അല്ല കേട്ടോ, ഇത്രയും അലങ്കരിച്ചതിന് ഇത്തവണത്തെ കോമ്പറ്റീഷനിൽ 5 പ്രൈസ് അടിച്ചുകൊണ്ട് പോയവർ. അടിപൊളി. എന്തായാലും അത് കാണുമ്പോൾ തന്നെ നമുക്ക് പ്രൈസ് കൊടുക്കാൻ തോന്നി. അത്ര ഡിസിപ്ലിനായിട്ട് ഓരോ ചെടിച്ചട്ടിയുടെ സ്ഥാനം തന്നെ ഉണ്ടോ, മാറത്തില്ലെന്നുള്ളതാണ്. രാവിലെ തന്നെ നമ്മുടെ ടീ എസ്റ്റേറ്റിലെ ചേച്ചിമാരൊക്കെ വന്ന് കൊളുന്തുകളൊക്കെ നുള്ളി തുടങ്ങി. അതാണ് നമുക്കിവിടെ ചുറ്റും കാണാൻ പറ്റുന്നത്. ഇവിടെ കുറച്ച് പേരൊക്കെ രാവിലത്തെ ഫസ്റ്റ് ചാക്ക് നിറച്ച് താഴേക്ക് പോവുക. അടുത്ത കുറച്ച് പേര് ഇവിടെ നിന്ന് നുള്ളുന്നുണ്ട്. അപ്പോൾ എന്തായാലും രാവിലെ ആ ഒരു ലൈറ്റിൽ ടീ എസ്റ്റേറ്റിൻ്റെ കാഴ്ച തന്നെ അതിമനോഹരം എന്ന് പറയാം കേട്ടോ. ഒരു രക്ഷയില്ല. எப்பல் பண்ணி கல்யாணமா? ஆமா வந்திருக்கேன். വരാം കണ്ടിപ്പോ. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ റോഡിലൊക്കെ ഇത്രയും വലിയൊരു പൂ കാണാറുണ്ട്. അപ്പോൾ അത് ഈ ഒരു മരത്തുനിന്ന് ഇങ്ങനെ വീഴുന്നതാണ്. പ്രത്യേകിച്ച് നമ്മൾ മസനഗുടി മുതുമല ഒക്കെ പോകുമ്പോഴത്തേക്ക് ഈ മരം നമ്മൾ മറയൂർ ഡയറക്ഷനിലൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇത്രയും വലിയൊരു മരം കണ്ടോ, ഇതിന്റെ പൂ കണ്ടോ? ശരിക്കും ഈ മരത്തിന്റെ പേര് സ്പാത്തോഡിയ എന്നാണ്. സ്പാത്തോഡിയ. ഓക്കെ. പക്ഷേ ഇത് മലേറിയ മരം എന്നും വിളിക്കാറുണ്ട്. മലേറിയ മരം. യെസ്, റൈറ്റ്. ഇത് ഉള്ള സ്ഥലത്തേക്ക്, ഈ പൂ ഉള്ള സ്ഥലത്തേക്ക് കൊതുക് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. യെസ്. ഇത് ഇവിടത്തെ അല്ല, പണ്ട് അങ്ങോട്ട് ബ്രിട്ടീഷുകാർ കൊണ്ടുവച്ചതാണ്. ഈ ഫ്ലവർ കണ്ടപ്പോൾ നമ്മുടെ പഴയ ചേരമ്പാടിയിലെ വീഡിയോ ആണ് എനിക്ക് ഓർമ്മ വരുന്നത് കേട്ടോ. അതായത് ഈ ഫ്ലവറിനുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്ക് വാട്ടർ ഇങ്ങനെ, അതായത് വെള്ളം സംഭരിച്ച് വയ്ക്കാനുള്ളൊരു കഴിവുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊതുക്കൾ ഇതിനകത്ത് വന്ന് മുട്ടയിടും. എന്നാൽ ഈ പൂക്കൾ കുറച്ച് കഴിയുമ്പോൾ നശിച്ചു പോകുമ്പോഴത്തേക്ക് ഈ കൊതുകളുടെ ലാർവയൊക്കെ നശിച്ചു പോകും. അങ്ങനെ കൊതു ഇല്ലാതാവും എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഈ മരങ്ങളൊക്കെ അന്ന് വെച്ച് പിടിപ്പിച്ചതെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ഈ മരത്തിൻ്റെ ഒരു ഹിസ്റ്ററി. അതുപോലെ ഈ മരത്തിൻ്റെ ഒരു ഒറിജിൻ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സെൻട്രൽ ആഫ്രിക്ക എന്നാണ് പറയുന്നത്. എങ്കിട്ട കേൾക്ക മാട്ടയാ കാപ്പി കുടിക്കാൻ. ഞാൻ ഗസ്റ്റ് അല്ല, இந்த ஊர் மக்கள் மாதிரி ഒരു കാപ്പി കൊടുത്തിരുങ്ക. ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കിയവരാരും ഇത് സ്കിപ്പ് ചെയ്യത്തില്ല. അമ്മാതിരി ടേസ്റ്റാണ്. അടിപൊളി കേട്ടോ. ഇല്ല, വട വേണ്ട, ഇതേ പോലും. നിങ്ങളൊക്കെ എപ്പോഴും ഇവരെ കൂടെ എന്നൊരു സെൽഫി എടുക്കാനും അല്ലെങ്കിൽ ഇവരെ ഫോട്ടോസ് എടുക്കാനും അല്ലേ മുതിരാറുള്ളൂ. ഇനി കാണുമ്പോൾ ഇവരെ കയ്യുന്നത് ഇങ്ങനെ ഒരു കോഫി മേടിച്ച് കുടിച്ചു നോക്കാം കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് വേറെ ലെവലാണ്. നിങ്ങൾക്ക് ഒരു ഷോപ്പിലും കിട്ടത്തില്ല. ചിലപ്പോൾ പണ്ടൊക്കെ നമ്മൾ ഈ കൈപ്പുണ്യം എന്നൊക്കെ പറയില്ല, അതാണോ ഇനി ടീ എസ്റ്റേറ്റിൻ്റെ നടുക്ക് നിന്ന് കുടിക്കുന്നതുകൊണ്ടാണോ ഇനി ഇവർക്ക് വേറെ സ്പെഷ്യൽ ടീ ഉണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇതിൽ അമ്മാതിരി ടേസ്റ്റാണ്. ഇതൊക്കെ പണ്ട് ഞാൻ ട്രെയിനിങ് എടുത്തതാ കേട്ടോ, കട്ട് ചെയ്യാനൊക്കെ ആയിട്ട്. നിങ്ങൾ വിചാരിക്കും ഇത് എങ്ങനെ കട്ട് ചെയ്യുന്നെന്ന്. ഇതൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കുറച്ച് തേയിലൊക്കെ വെട്ടി ഇനി അത് വെച്ച് ചായ ഇട്ട് കുടിക്കണം. അപ്പോൾ ഇതൊക്കെ ശരിക്കും മഴ പെയ്ത് വെള്ളത്തിൽ ഒലിച്ചു പോയതാണോ ഞാൻ അല്ലേ? ഇതാണ് കേട്ടോ, പ്രോപ്പർ വഴി ആയിരുന്നിട്ടുണ്ട്. മഴ പെയ്ത് വെള്ളം ഒലിച്ചു പോയി വലിയ കുഴിയായി മാറി ഇതൊക്കെ. ഈ കൊതു എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അത് മനുഷ്യനെ മാത്രം ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യനെ മാത്രം കൊത്തുന്ന ഒരു സംഭവമാണെന്നല്ലേ. എന്നാലല്ല കേട്ടോ. അതായത് കൊതു തേയിലയ്ക്കും ബാധകമാണെന്നുള്ളതാണ് ദേ ഈ കാണുന്നത്. കൊതു കടിച്ച തേയില ഇലയാണ് ദേ ഈ കാണുന്നത് അല്ലേ. കൊതുവിനെ കാരണം നശിച്ചു പോകുന്ന തേയിലയാണ് കേട്ടോ ഇത്. നമ്മളെ കടിക്കുന്ന ആ കൊതുകല്ല, ഇത് വേറൊരു ടൈപ്പ് കൊതു. വേറൊരു ടൈപ്പ് കൊതു.
ഓ, നമ്മളെ കടിക്കുന്ന കൊതുവല്ല, വേറൊരു ടൈപ്പ് കൊതുവാണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും തേയിലയും കൊതു കടിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയല്ലോ. അപ്പോൾ ഇതിപ്പോൾ പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ ഇങ്ങോട്ട് വന്നപ്പോൾ ആലോചിച്ചു കേട്ടോ. അതായത് ഒരു 10-12 വർഷമൊക്കെ മുന്നേ നമ്മൾ ആ ലക്ഷ്മി എസ്റ്റേറ്റ് വഴി മൂന്നാറിലേക്കൊക്കെ പോകുമ്പോൾ അവിടെ ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന ചെറിയ പയ്യന്മാർ ഈ റോഡ് സൈഡിൽ ഓറഞ്ച് 1-2 ഓറഞ്ചൊക്കെ പറിച്ചുകൊണ്ട് വെച്ചിട്ട് അതിങ്ങനെ നമുക്ക് തരുമായിരുന്നു. ഒരു 10 രൂപ 5 രൂപയ്ക്കൊക്കെ നമ്മൾ മേടിച്ച് ടേസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ വന്നപ്പോഴൊന്നും അത് കണ്ടില്ല, ഞാനത് ശ്രദ്ധിച്ചു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇപ്പോൾ ഓറഞ്ച് മരങ്ങളും കാണാനില്ല കേട്ടോ. അപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴാണ് ഇദ്ദേഹം പറയുന്നത്, അതായത് ആ കൊതു വരുന്നത് കാരണം ഓറഞ്ച് മരങ്ങളെല്ലാം വെട്ടിക്കളഞ്ഞു എന്നുള്ളതാണ് കേട്ടോ. അതായത് ഈ തേയിലയ്ക്ക് നമ്മൾ മരുന്നടിക്കുമല്ലോ, അപ്പോൾ ആ മരുന്നടിക്കുന്ന സമയത്ത് ഈ കൊതുക്കളെല്ലാം കൂടെ നേരെ ഓറഞ്ച് മരം കാണുമ്പോൾ അതിൽ കയറിയിരിക്കും അതിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ കൊതു വീണ്ടും തിരിച്ചു വരും. അപ്പോൾ അതില്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓറഞ്ച് മരങ്ങളൊക്കെ ഇടയ്ക്ക് നിന്നത് വെട്ടിമുറിച്ച് കളഞ്ഞതെന്നാണ് പറയുന്നത്. ഓ, ഇതുക്ക് മേലെ ഇരുന്നാൽ കൊളുണ്ട് വെട്ടണോ? ഓ അപ്പടി, അതിനാലേ ഇത് കൊണ്ട് കിടക്കറേ. ഓ, എല്ലായിടത്തും വെച്ചിരിക്കേ. ഓ, അങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഞാനത് ഫസ്റ്റ് ടൈമാണ് കേൾക്കുന്നത്. അതായത് ഇത് കണ്ടോ, ഈ ഒരു 35 ഇഞ്ച് 36 மேலே வெட்டணும். ഓഹോ ഹോ 35 ഇഞ്ച് 30. மட்டைக்காடு இப்போ வந்து கவாத் பண்ணி விட்டுருக்கு. ഓ, കവാത്ത് പണി വിട്ടിருக்கு. கவாத்து பண்ணி விட்டுருக்கிறதுனால அந்த 36 இഞ്ച് அதுக்கு மேலே வெட்டணும். ഓ, അതാണ് കേട്ടോ സംഭവം. അതായത് സാധാരണ നമ്മൾ പോകുമ്പോൾ കാണുന്നതെന്ന് പറയുന്നത് അതിൻ്റെ തളിരില നുള്ളുന്ന മാത്രമാണ് നമ്മളൊക്കെ കാണുന്നതല്ലേ. இப்போ வந்து அந்த ஈட்டு அளவு வச்சு ഇങ്ങനെ ഉള്ള കൊളുന്തൊക്കെ தான் എടുക്കണം. ഇങ്ങനെ അതായത് ഇപ്പോൾ കവാത്ത് ചെയ്തുകൊണ്ട് ആ ഒരു അളവിന് മുകളിലുള്ള കൊളുന്ത് മൊത്തം എടുക്കണം, വെട്ടണം. 3 റൗണ്ടുക്ക് அப்படி വെട്ടണം. അടുത്ത നിരപ്പൊക്കെ വെട്ടണം. ഓ, അടുത്ത നിരപ്പൊക്കെ വെട്ടണം. അടുത്ത നിരപ്പൊക്കെ വെട്ടണം. അങ്ങനെ ഒരുപാട് പ്രോസസ്സ് ഉണ്ട് കേട്ടോ സംഭവം. നമ്മൾ വിചാരിക്കുന്ന മാതിരിയല്ല. ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് എന്താണ് ഇരുണ്ട അധ്യായങ്ങളും കാണും, അതുപോലെ തന്നെ വെളിച്ചമുള്ള അധ്യായങ്ങളും കാണുമല്ലേ. അതുപോലെയാണ് പല യാത്രകളിലും കേട്ടോ. കാടിനും പ്രത്യേകിച്ച് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ദേ ഈ യാത്രയിലെ വെളിച്ചമുള്ള അധ്യായം നമ്മൾ ഇവിടെ വെച്ച് അങ്ങോട്ട് ക്ലോസ് ചെയ്യാണ്. ഇനി നമ്മൾ കയറുന്നത് ദേ ഇരുണ്ട അധ്യായത്തിലേക്കാണ് കേട്ടോ. ഇനി നമുക്ക് തണലേക്ക് മരങ്ങൾ നമ്മളെ കൂടെ അങ്ങനെ കൂട്ടിക്കൊണ്ട് പോകും. അപ്പോൾ ശരിക്കുള്ളൊരു ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണെന്ന് പറയാം. കാടിനുള്ളിലേക്ക് നമ്മൾ കയറുകയാണ് കേട്ടോ. ഞാൻ നമ്മുടെ ടീ എസ്റ്റേറ്റ് കഴിഞ്ഞ് കാട്ടിലേക്ക് ഇപ്പോൾ എൻട്രി ആയല്ലോ. എൻട്രി ആയപ്പോഴത്തേക്ക് ഞാനൊരു കാര്യം കണ്ടു കേട്ടോ. പണ്ടൊക്കെ നമുക്ക് ഇപ്പോഴും ഉണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്, എന്നാലും പണ്ട് കാടിനോട് അതിയായിട്ടുള്ള ഇഷ്ടവും അതിയായിട്ടുള്ള അഭിനിവേശവും ഒക്കെ ഉണ്ടായിരുന്നൊരു സമയമാണ്. അപ്പം അന്ന് കാടെന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ് ടെമ്പിൾ പോലെയും അല്ലെങ്കിൽ നമ്മുടെ എല്ലാം കണക്ക് വിശ്വസിച്ചിരുന്നൊരു കാലമാണ് കേട്ടോ. അപ്പോൾ അന്ന് കാട്ടിലൊക്കെ കയറുമ്പോൾ നമ്മളെയൊക്കെ പഠിപ്പിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ കാട് തൊട്ട് തൊഴുതിട്ടാണ് നമ്മൾ കാട്ടിലേക്ക് കയറാനുള്ളതെന്നാണ് കേട്ടോ. ഇന്ന് സെയിം സാധനം ഇദ്ദേഹം ചെയ്തപ്പോൾ ഞാൻ അതാണ് ഓർത്തത്. അതെന്താണ് ചെയ്തതെന്നുള്ളത് എൻ്റെ വേർഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം എന്തിനാണ് അങ്ങനെ ചെയ്തതെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിക്കാം. നമ്മൾ കാട്ടിനുള്ളിലേക്ക് കയറുമ്പോഴത്തേക്കും സാധാരണ വന്യജീവികളുള്ള സ്ഥലത്തേക്ക് കൂടിയാണ് നമ്മൾ കയറണം. അപ്പോൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക, നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങളില്ലാണ്ട് പുറത്തേക്ക് വരണമെന്നിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ അകത്തേക്ക് കയറുന്നത്. അതായത് നമ്മൾ നമ്മുടെ വീട്ടിലേക്കല്ല കയറുന്നത്, നമ്മൾ വൈൽഡ് ആനിമൽസിൻ്റെ വീട്ടിലേക്കാണ് കയറുന്നത്. നമ്മൾ കടന്നു കയറ്റമാണ്, അതിക്രമിച്ച് കയറുകയാണ്. അപ്പോൾ നമ്മൾ പോയിട്ട് തിരിച്ച് വരുന്നവരെ കാട് നമ്മളെ കാത്തോളണേ, ഒരു അപകടങ്ങളും ഉണ്ടാക്കരുതേ എന്ന് ആണ് അദ്ദേഹം പ്രാർത്ഥിച്ചത് കേട്ടോ. അപ്പോൾ കാടെന്നും പറഞ്ഞ് ഭയങ്കര ഇഷ്ടം മാത്രം പോരാ, അതിനോട് ഒരു ആത്മാർത്ഥതയും അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളൊരു ആവേശവും നമ്മൾ കാണിക്കണം. കാലത്തിന് മുന്നേ കടപുഴകി വീണ ഒരു മരമാണ് ഇവിടെ കിടക്കുന്നത് കേട്ടോ. വേണ്ട, അതാണിപ്പോൾ നമ്മൾ ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ട്രക്ക് പാത്ത്, അതായത് നമ്മൾ ഈ ട്രക്കിങ് ചെയ്യുന്ന പാത്തുണ്ടല്ലോ, ഇത് ഇടയ്ക്കിടയ്ക്ക് ഒരു ക്ലീൻ ചെയ്യും, അല്ലെങ്കിൽ കാട് മൂടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലെ നമ്മുടെ മാത്രം ട്രക്ക് പാത്തല്ല, അതായത് മനുഷ്യരുടെ മാത്രം ട്രക്ക് പാത്തല്ല ഈ പാത്ത്. ഇപ്പോൾ ഇത്രയും വൃത്തിയായി കിടക്കുന്നത് കാരണം വന്യമൃഗങ്ങളും യൂസ് ചെയ്യാറുണ്ടെന്നുള്ളതാണ്. ആന, കാട്ടുപോത്ത് തുടങ്ങിയവയെല്ലാം ഇതുവഴി പോകാറുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ചിലപ്പോൾ ആന മറിച്ചിട്ടതാകാം ഈ മരം എന്നാണ് പറയുന്നത്. കുടംപുളിയും നമ്മളെ വാളംപുളിയൊന്നും അല്ലാതെ ഒരു മന്തിപ്പുളിയും ഇവിടെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇതെനിക്ക് തോന്നുന്നു നമ്മൾ യൂസ് ചെയ്യാറില്ലെന്ന് തോന്നുന്നല്ലേ, മനുഷ്യർ യൂസ് ചെയ്യാറില്ല, കൂടുതലും കുരങ്ങനൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത് അല്ലേ. ഇതാണ് അതിൻ്റെ മരം എന്ന് പറയുന്നത് കേട്ടോ. അപ്പം മന്തിപ്പുളി. ഞങ്ങൾ ചെറുപ്പത്തിൽ കാട്ടിക്കൂടി വരുമ്പോഴത്തേക്കും ഈ പളം എടുത്ത് തിന്നാറുണ്ട്. പളത്തിൻ്റെ പേരേതാണെന്ന് അപ്പം അറിയത്തില്ലായിരുന്നു. ഞാനിതുപോലെ സാഹിബിനെ കൊണ്ട് ട്രെക്കിങ് വരുമ്പോഴത്തേക്കും പുള്ളിക്ക് അത് എടുത്തു കൊടുത്തു. നമ്മൾ തിന്നുന്ന പളമാണല്ലോ, പുള്ളിയും തിന്നട്ടെ എന്ന് പറഞ്ഞ് എടുത്തു കൊടുത്തു. പുള്ളി അത് കണ്ടിട്ട് ഇതിൻ്റെ പേര് റാസ്ബെറിയാണ്, ഇത് നിങ്ങൾക്ക് ഇവിടെ ഫ്രീ ആയിട്ട് കിട്ടുന്നു, ഞങ്ങളുടെ ദേശത്തിൽ ഇത് 100 ഗ്രാമിന് $21 ഉണ്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ പേര് റാസ്ബെറിയാണ്, അതിൻ്റെ എത്രയും വിലയുണ്ടെന്ന കാര്യങ്ങൾ എനിക്കറിയില്ല.
അപ്പോൾ ഒരു ഫോറിനറിന് പുള്ളി ഇത് പറിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹമാണ് പറഞ്ഞത് ഇത് റാസ്ബെറി ആണ്, ഇത് നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ഡോളേഴ്സ് കൊടുത്താലേ കിട്ടുള്ളൂ, ഇത് നിങ്ങൾക്ക് ഇവിടെ ഫ്രീ ആയിട്ട് കിട്ടുന്നു എന്നുള്ളത്. അങ്ങനെ കാട്ടുന്ന് നമുക്ക് താഴെ കിടന്നൊരു റാസ്ബെറി കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അതിൻ്റെ നീരൊക്കെ വരുന്നുണ്ടോ എൻ്റെ അമ്മ. ഏകദേശം ഒരു സ്ട്രോബെറിയുടെ ഒക്കെ അതേ ടേസ്റ്റ് കേട്ടാ. പ്രത്യേകിച്ച് ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നു, കാട്ടിലൊക്കെ ഇങ്ങനെ ഒരുപാട് ഫലങ്ങളൊക്കെ കാണും. അത് കാട് അറിയാവുന്നവർ പറഞ്ഞാൽ മാത്രം കഴിക്കുക, അല്ലാതെ വലിച്ചു വാരിയെടുത്ത് കഴിക്കരുത്, എന്തെങ്കിലുമൊക്കെ പറ്റും. ഇതിപ്പോൾ ഇദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് അത്രയും നോളജ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ ഇത് ഒരെണ്ണം മാത്രമല്ല, നമുക്കിവിടെ നടക്കുമ്പോൾ മനസ്സിലായെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പല കളർ വേരിയൻസ് ഉണ്ട്. ഇവിടെ യെല്ലോ ഉണ്ട്, അങ്ങനെ പല പല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. യെസ് ഫ്രണ്ട്സ്, അവസാനം നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേർന്നു. ഇതാണ് കണ്ണാടിപ്പാറ കേട്ടോ. ഇവിടത്തേക്കാണ് നമ്മൾ ട്രെക്ക് ചെയ്ത് വന്നത്. അപ്പോൾ അത്യാവശ്യം നമ്മൾ കുറച്ച് ഹൈറ്റിലെത്തി. ഓൾറെഡി നമ്മൾ ഹൈറ്റിലാണ് കയറി വന്നതല്ലേ. വിരിപ്പാറ എന്നൊക്കെ പറയുന്നത് മൂന്നാർ എന്ന് പറയുന്ന ഒരു ഹിൽ സ്റ്റേഷനാണ്. അവിടെ നിന്ന് നമ്മൾ കുറച്ചുകൂടി ട്രെക്ക് ചെയ്ത് മുകളിലെത്തി. ഇവിടെ നിന്ന് അതിമനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ്. സമയം ഇപ്പോൾ ഉച്ച ആയതുകൊണ്ടാണ് ഇത്രയും ലൈറ്റ് കേട്ടോ. ഒരു മോർണിംഗോ അല്ലെങ്കിൽ ഈവനിംഗ് ഒക്കെ ആണെങ്കിൽ അടിപൊളിയാണ്. പ്രത്യേകിച്ച് ഇവിടുത്തെ സൺസെറ്റ് നല്ല രസമെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ വരുമ്പോൾ ഒന്നെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ട്രെക്കിംഗ് എടുക്കുക, അല്ലെങ്കിൽ രാവിലെ കുറച്ച് നേരത്തെ എടുക്കുക. നമ്മൾ ഗ്രാമമൊക്കെ ചുറ്റിക്കറങ്ങി ഇവിടെ എത്തിയപ്പോഴാണ് കുറച്ച് ലേറ്റ് ആയിപ്പോയത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കിതേ ആ കാണുന്ന ഫ്രണ്ടിൽ കാണുന്നതെന്ന് പറയുന്നത് നമ്മുടെ മാങ്കുളം റോഡാണ്. മാങ്കുളത്തിൻ്റെയും ആനക്കുളത്തിൻ്റെയൊക്കെ ഒരു വൈഡ് വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് പതുക്കെ താഴേക്ക് ഇറങ്ങിയാലോ. ഇവിടെ എത്തിയപ്പോൾ ഒരാൾക്ക് ശരിക്കും വേണമെങ്കിൽ ഇതിനകത്ത് കയറി നിൽക്കാൻ കേട്ടോ. അത്തരത്തിലുള്ള ഒരു മരത്തിനുള്ളിലൊരു ഗുഹ. മരം കുറച്ച് കേടുപാടൊക്കെ സംഭവിച്ച് പോയതാണ്. അപ്പോൾ അത്രയ്ക്കും വലിയൊരു മരമാണ്. അതേ കണ്ടോ, ഒരാൾ നിൽക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ മരത്തിൻ്റെ വലിപ്പം എത്രമാത്രമാണെന്നുള്ളത്. ശരിക്കും നമുക്കിത് ഇതിനകത്ത് ഒരാൾ കയറി നിൽക്കാൻ പറ്റും കേട്ടോ. ഒരു പോടായി. ഇതാണ് നമ്മൾ അന്വേഷിച്ച് നടന്ന ഗോഫർ മരങ്ങൾ. ഈ ഒരു അത്യപൂർവ മരം കാണാനാണ് നമ്മൾ ട്രെക്ക് ചെയ്ത് ഇവിടം വരെ എത്തിയെന്ന് പറയാം. ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ മൂന്നാറിലെ മാങ്കുളത്തിനടുത്ത് വിരിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ വിരിപ്പാറയിൽ നിന്ന് ജസ്റ്റ് കണ്ണാടിപ്പാറയിലേക്ക് ഒരു ട്രെക്കിംഗ് ഉണ്ട്. ആ ട്രെക്കിംഗ് സ്പോട്ടിന് ഇടയ്ക്കാണ് നമ്മുടെ ഈ ഗോഫർ മരം സ്ഥിതി ചെയ്യുന്നത്. എന്താണ് ഈ ഗോഫർ മരത്തിന് ഇത്ര പ്രത്യേകത എന്നതാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ ബൈബിളിൽ നോഹയുടെ പെട്ടകം നിർമ്മിക്കാൻ ഉപയോഗിച്ച മരം എന്നാണ് ഗോഫർ മരത്തെ വിശേഷിപ്പിക്കപ്പെടുന്നത്. അത്യപൂർവമായ വന്യമൃഗങ്ങൾ അല്ലെങ്കിൽ ജീവജാലങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, അതുപോലെ ആ ഗണത്തിൽപ്പെടുന്ന അത്യപൂർവമായിട്ടുള്ള ഒരു മരമാണ് ഗോഫർ മരം. അതായത് ഏഷ്യയിൽ വളരെ റെയറായിട്ട് മാത്രം കാണാൻ സാധിക്കുന്ന ഒരു മരമാണിത്. ഇത് ഇപ്പോൾ നമ്മുടെ കുമിളി സൈഡിലും അതുപോലെ ഇപ്പോൾ നമ്മുടെ മാങ്കുളത്ത്, മൂന്നാറിനടുത്തുള്ള മാങ്കുളത്ത് വിരിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തുമാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മരം ഇവിടെ ഉണ്ടെന്ന് ശരിക്കും തിരിച്ചറിഞ്ഞത് നമ്മുടെ ഇവിടുത്തെ മുൻ DFO ആയിരുന്ന നാഗരായ സാറാണ് കേട്ടോ. അദ്ദേഹം ഇപ്പോൾ റിട്ടയർ ആയി. അപ്പോൾ അന്ന് അദ്ദേഹം ഈ മരത്തിനെ തിരിച്ചറിഞ്ഞപ്പോൾ ധാരാളം പത്രമാധ്യമങ്ങളിലൊക്കെ ഒരുപാട് ന്യൂസുകളൊക്കെ വന്നിരുന്നു. ഒരുപാട് സഞ്ചാരികളൊക്കെ അന്ന് ഈ മരം കാണാനായിട്ട് ഇവിടെ വന്നിരുന്നു. ഇനി മലയാളത്തിൽ ഈ മരത്തിനെ അറിയപ്പെടുന്നത് നീലാമ്പനി എന്നാണ്. വർഷങ്ങളുടെ പഴക്കമുള്ള ഈ മരം പൂവിടാതെ കായ്ക്കുന്ന പശ്ചിമഘട്ടത്തിലെ ഏക മരം കൂടിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഗോഫർ മരത്തിനെ കുറിച്ച് പറയാനുള്ളത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ മരത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിൻ്റെ എണ്ണം കൂട്ടാനോ ഒന്നും നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും യാതൊരു നീക്കങ്ങളും ഇല്ല. അപ്പോൾ എന്തായാലും ഇത്തരം മരങ്ങളൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് ആവശ്യം തന്നെയാണല്ലേ. എനിക്ക് എല്ലാവരും പോകുന്ന വഴിയിലൂടെ പോകാനല്ല ഇഷ്ടം കേട്ടോ. സംതിങ് സ്പെഷ്യൽ, സംതിങ് വെറൈറ്റി ആയിരിക്കണം എന്നുള്ളത് എൻ്റെ ഒരു നിർബന്ധമാണ്. അവസാനം നമ്മൾ കറങ്ങി തിരിഞ്ഞ് നമ്മുടെ വിരിപ്പാറ വാട്ടർഫോൾസിലെത്തി. നമ്മളെ ട്രക്കിംഗ് ഒക്കെ ഏകദേശം കംപ്ലീറ്റ് ആയി കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇവിടെ കുറച്ച് തമിഴ് നമ്പേഴ്സ് കുളിച്ചുകൊണ്ടിരിപ്പുണ്ട്. അവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഹായ്, എപ്പടി இருக்குங்க? எந்த ஊருக்கு? எங்க? தமிழ்நாடு. எந்த ஊரு? திருச்சி. எஸ், ஹாய் தமிழ் நண்பர்கள். இப்போ நான் தமிழ் பசங்களோட ஊர் சுற்றிட்டு இருக்கேன்.
അപ്പോൾ വിരിപ്പാറ വന്നാൽ നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് വിരിപ്പാറ നമുക്ക് ഏറ്റവും അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ വലിയൊരു വാട്ടർഫോളാണ് കേട്ടോ. ഈ ചൂട് കാലത്ത് പോലും ബാക്കി ഒരിടത്തും വെള്ളമില്ലാത്തപ്പോൾ പോലും ഇവിടെ അത്യാവശ്യം കുളിക്കാനായിട്ടുള്ള വെള്ളം ഉണ്ടെന്നുള്ളതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ടണലുണ്ട്. ഏകദേശം 3 കിലോമീറ്ററോളം ലെങ്ത്തിൽ ഒരു ടണലുണ്ട്. അപ്പോൾ അതൊക്കെ വർഷങ്ങൾക്ക് മുന്നേ ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതെന്നാണ് പറയുന്നത്. ദെൻ ഇവിടെ വന്നാൽ വേറൊരു അട്രാക്ഷൻ, പ്രകൃതിയുടെ ഒരു പ്രതിഭാസം എന്ന് പറയുന്നത് ഇവിടെ വന്നാൽ നമ്മളെല്ലാം നോക്കി നിൽക്കുന്ന ഒരു കുതിരയുണ്ട് കേട്ടോ. പക്ഷേ ആ കുതിരയ്ക്ക് ജീവനില്ലെന്നുള്ളതാണ്. അതുമല്ല, ആ കുതിരയ്ക്ക് കഴുത്ത് തൊട്ട് തല വരെ ഉള്ളൂ. ആ കുതിരയുടെ പുറത്താണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. അതായത് കുറച്ച് കാലം മുന്നേ നമുക്കൊക്കെ അറിയാമല്ലോ, പ്രളയം വന്നപ്പോൾ കാട്ടിൽ നിന്ന് ഒഴുകി വന്ന ഒരു തടിയാണിത്. പക്ഷേ ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് എക്സാക്റ്റ് കുതിരയുടെ ഹോഴ്സിൻ്റെ ഹെഡ് പോലെ, തല പോലെ തന്നെ ഉണ്ട് കേട്ടോ. അത് നോക്കി കറക്റ്റ് അല്ലേ, ഒരു വ്യത്യാസം ഇല്ലെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വന്നാൽ പെട്ടെന്ന് നമ്മളെയൊക്കെ അതിശയിപ്പിക്കുന്നത് ഈ ഒരു പർട്ടിക്കുലർ കുതിരയുടെ തലയാണ് കേട്ടോ. അതിൻ്റെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേ ആണ്, നമ്മുടെ ബ്രിട്ടീഷ് ബംഗ്ലാവ്. വിരിപ്പാറ ബ്രിട്ടീഷ് ബംഗ്ലാവാണ്. ഏകദേശം 100 വർഷം പഴക്കമുള്ള തേയിലത്തോട്ടത്തിൻ്റെ നടുക്ക് മലഞ്ചെരുവുകൾക്കിടയിൽ ഇങ്ങനെ ഒളിച്ചിരിക്കുന്ന ആ മനോഹരമായിട്ടുള്ള ബ്രിട്ടീഷ് ബംഗ്ലാവിൽ താമസിച്ച് നമുക്ക് 2 ദിവസം ഇവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്ത് പോകാമെന്നുള്ളതാണ്. ദെൻ നമുക്ക് അവിടെ ഒരു കണ്ണാടിപ്പാറ ട്രെക്കിംഗ് ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വിരിപ്പാറയെക്കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഫാമിലി ആയിട്ട് എല്ലാവരും വരിക, ഈ വാട്ടർഫോൾസൊക്കെ എൻജോയ് ചെയ്യുക, അവിടെ സ്റ്റേ ഒക്കെ ചെയ്തിട്ട് തിരിച്ചു പോകാം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റയിലും ഞാൻ യാത്രാ വിവരണങ്ങളും കുറേ വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പറ്റുന്നുള്ളവർ അതും കൂടെ ഫോളോ ചെയ്തേക്കണം.